ആലപ്പുഴ ജിംഖാന ഒരു ഖാലിദ് റഹ്മാൻ പടം. അപ്പോൾ എൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തല്ലുമാലയാണെങ്കിലും ഉണ്ടയാണെങ്കിലും അനുരാഗരിക്കമളാണെങ്കിലും ഒന്നും തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. അതായത് ഖാലിദ് റഹ്മാൻ ഡയറക്റ്റ് ചെയ്തൊരു പടം തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ ഈ സിനിമയൊക്കെ നമ്മൾ ടി വിയിലൊക്കെ മീൻസ് ഇതൊക്കെ കണ്ടിട്ട് എന്ത് സാധനമാണ് അത്. തല്ലുമാലൊക്കെ എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റാത്തതിൽ അത്രയധികം വിഷമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ ഈഗർലി വെയിറ്റിംഗ് ആയിരുന്നു ആലപ്പുഴ ജിംഖാന കാണാനായിട്ട്. ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ, 100% സാറ്റിസ്ഫാക്ഷൻ. ഖാലിദ് റഹ്മാൻ മാജിക് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് അങ്ങോട്ട് തീരണത് ഞാൻ അറിഞ്ഞില്ല. ലൈക്ക് നമ്മളതിൽ ഇങ്ങനെ ഒഴുകി പോവായിരുന്നു. സെക്കൻഡ് ഹാഫും അതിനോട് തന്നെ എടുത്തു വയ്ക്കുമ്പോൾ അടിപൊളി, അത്ര തന്നെ പറയാനുള്ളൂ. എന്തായാലും പടം കണ്ടിരിക്കാനുണ്ട്, തിയേറ്ററിൽ പോയി കാണാനുള്ളതുണ്ട്. നല്ല രസമാണ് പടം കണ്ടിരിക്കാൻ. ഇത്രയും ഒഴുക്കുള്ളൊരു പടം, അത്രയും രസമുള്ള പടം. എനിക്ക് ഈ പടത്തിൻ്റെ തീം എന്ന രീതിയിൽ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ് എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ് വർക്ക്, അതാണ് നമുക്ക് പേ ഓഫ് ചെയ്യുക. അല്ലാണ്ട് ഇപ്പോൾ ഇന്നൊന്ന് വന്ന് നാളെ ഒരു പരിപാടി തുടങ്ങി മറ്റന്നാൾ തന്നെ നമുക്ക് അതിൽ നിന്ന് റിസൾട്ട് കിട്ടില്ല. അതെങ്ങനെ നമുക്ക് അത്രയും റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കാൻ പറ്റുമോ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ആൾ പടം കാണിച്ചിട്ടുണ്ട്. നമുക്കൊരിക്കലും ഓവർനൈറ്റ് സക്സസ് എന്ന് പറഞ്ഞ പരിപാടി ഒന്നും ഈ എസ്പെഷ്യലി സ്പോർട്സ് പരിപാടികളിലില്ല. ഓവർനൈറ്റ് സക്സസ് നമുക്കില്ല, നമ്മുടെ ലൈഫിൽ അത് ഉണ്ടാവില്ല, സ്പോർട്സിൽ ഒരിക്കലും ഉണ്ടാവില്ല എന്ന റിയാലിറ്റി കൂടിയാണ് ഈ സിനിമ മൊത്തം പോണത്. അതിന് മാത്രം ബോക്സിംഗ് മൂവീസ് ഒന്നും കണ്ടിട്ടുള്ള പരിചയം എനിക്കില്ല. ഞാൻ കണ്ടാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബോക്സിംഗ് മൂവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരുതി സൂട്ടറാണ്, നമ്മുടെ മാധവൻ മാഡിയുടെ പരിപാടി. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേ ഗൂസ് ബംസ് അങ്ങനെ ഒരു പ്രഷർ കയറ്റിക്കൊണ്ടാണ് ഒരു പടമാണ്. പക്ഷേ ആ ഒരു പാറ്റേൺ എന്നല്ല നമ്മളിപ്പോൾ കാരാട്ടെ കിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു ലെവലിൽ കാണുന്ന ഒരു പടം എന്നുള്ളൊരു കാറ്റഗറിയിലല്ല ഇത് പോണത്. ഇത് എൻ്റയർലി പോണത് നമ്മൾ ഇതുവരെ കാണാത്ത പക്ഷേ റിയൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ അതായത് ഇതാണ് നടക്കാൻ പോണ കാര്യം, അല്ലെങ്കിൽ ഇതാണ് റിയാലിറ്റി എന്ന രീതിയിൽ കൂടെ തന്നെയാണ് പടം പോണത്. അത് നല്ല രസമായിട്ട് അടിപൊളിയായിട്ട് തന്നെ ഖാലിദ് റഹ്മാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ മൊത്തം ഈ ബോക്സിങ് പരിപാടികളാണ്. പക്ഷെ അത് ആ ബോക്സിങ് റിങ്ങൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കട്ട് പരിപാടിയാണെങ്കിലും അല്ലെങ്കിൽ എഡിറ്റിംഗ് പരിപാടിയാണെങ്കിലും അതിൻ്റെ ക്യാമറ വർക്കാണെങ്കിലും എല്ലാം ഭയങ്കര റിയലിസ്റ്റിക്കായിട്ട് നമ്മളിങ്ങനെ മൊമെൻറ്റിൽ നമ്മളിങ്ങനെ മൈൻഡിൽ ഒരു നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കില്ല, ആ സാധനം കിട്ടി നമുക്ക്. നമ്മളാ ഒരു ഓരോ മൊമെൻറ്റിൽ നെസ്ലനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ബേബി ജീനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. അതായത് നമുക്ക് ആ ഒരു മൊമെൻറ്റ് നമ്മളാവണ പരിപാടിയില്ല. ഗണപതി ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ലുക്മാൻ ആയിരുന്നെങ്കിൽ ആ സാധനം നമുക്കിങ്ങനെ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു അതാണ് ആ പടത്തിൻ്റെ ലൈഫ്. ആ ലൈഫ് നമുക്കിങ്ങനെ ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടേ. ഇവിടെ തന്നെ എഡിറ്റ് ചെയ്ത ഒരാൾ നിഹാദ് യൂസഫ് എന്ന് പറഞ്ഞിട്ടൊരു ഗഡിമോനാണ്. അപ്പോൾ ആശാൻ മരിച്ചുപോയി. അപ്പോൾ ആളുടെ ഭാഗങ്ങൾ ക്ലിയർ ആയിരുന്നു, ആളുടെ വർക്ക് തന്നെയായിരുന്നു. അത് എടുത്തു പറഞ്ഞിട്ടൊരു കാര്യമാണ്. ഞാൻ ടെക്നിക്കലായിട്ടുള്ള ടേംസിലധികം സംസാരിക്കാറില്ല. പക്ഷെ ഇത് ആളെ മരിച്ചു എന്നുള്ള ഫീലിൽ നമ്മളത് കാണുമ്പോൾ നമുക്കത് ലൈക്ക് അടിപൊളി മനുഷ്യനായിരുന്നു എന്ന് തോന്നും. അതുകൊണ്ട് മാത്രം പറയണതാണ്. എഡിറ്റിങ് കാര്യങ്ങളൊക്കെ നൈസായിരുന്നു. പിന്നെ പടം തുടക്കം തൊട്ട് അവസാനം വരെ ഒരു നെസലൻ ഷോ തന്നെയാണ്. നമുക്ക് ആശാൻ്റെ പരിപാടികളും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ കണക്റ്റ് ആയി നല്ല കുറേ ചിരിക്കാനുള്ള മൊമെൻറ്റുകളുണ്ട് നല്ല രീതിയിൽ. ലൈക്ക് നമുക്കിപ്പോൾ ഒരു ബോക്സിംഗ് പടം ആണെങ്കിൽ തന്നെ നമുക്ക് ഫുൾ ഒരു പ്രഷറിലിരിക്കുമ്പോഴും നമുക്കൊരു ചിരി വരും. അങ്ങനത്തെ ഒരുപാട് മൊമെൻറ്റ്സ് നമുക്ക് കിട്ടി. ലിറ്ററലി നമ്മൾ ഒരുപാട് ചിരിച്ചു. എല്ലാവരും തിയേറ്റർ മൊത്തം ചിരി, കയ്യടി. അതിലൊരു മറ്റേ ആലപ്പുഴയുടെ വള്ളംകളിയുടെ പാട്ടിൻ്റെ ഒരു പരിപാടി ഉണ്ട്. എൻ്റെ മോനെ, അത് ഓരോ തവണ കാണിക്കുമ്പോൾ ആൾക്കാരൊക്കെ ചിരിക്കുക, കയ്യടിക്കുക. ലൈക്ക് ലാസ്റ്റ് അത് ഗൂസ് ബംസിക്ക് എത്തും. പക്ഷെ അതുവരെ നമ്മൾ ചിരിച്ച് കൈയടിച്ച് പോയിട്ട് അതൊരു എല്ലാ പരിപാടികളും കോമഡിക്ക് വേണ്ടി അവർ ചെയ്ത പരിപാടികളൊക്കെ നല്ല രീതിയിൽ ക്ലിക്കായിട്ടുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ലുക്മാനാണെങ്കിലും ഗണപതി ആണെങ്കിലും അവരുടെ പാർട്ട് നല്ല ഇതെന്ന് പറഞ്ഞ ഒരു മൾട്ടി സ്റ്റാർ പടം പോലത്തെ പരിപാടിയാണ്. അല്ലാണ്ട് ഒരാൾക്ക് മാത്രം, ഇപ്പം നെസലിന് മാത്രം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പരിപാടി കൂടെ എല്ലാം പോകണം. നെസലിനാണ് തുടക്കം തൊട്ട് അവസാനം വരെ കാര്യങ്ങൾ കൊണ്ട് പോകണതെങ്കിൽ പോലും ഒരു എല്ലാവർക്കും ഇമ്പോർട്ടൻറ്റ് റോളുള്ള, അല്ലെങ്കിൽ ലുക്മാനാണെങ്കിലും ഗണപതി ആണെങ്കിലും എല്ലാവരും അവരവരുടേതായ പാർട്ട് ക്ലിയർ ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ്. നല്ല രസത്തിൽ ഇങ്ങനെ കണ്ടിരിക്കാനും കാര്യങ്ങളൊക്കെ നല്ലൊരു നല്ല ബോക്സേഴ്സ്, എസ്പെഷ്യലി ആ ലേഡീസ് കുറച്ച് പരിപാടികളുണ്ട്. ആ ബോക്സിങ് കാര്യങ്ങളൊക്കെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതുമാത്രമല്ല ഓപ്പോണൻ്റായിട്ട് വരുന്ന ബോക്സേഴ്സ് ആണെങ്കിലും എല്ലാവരും ആ ഒരു ടീം, ആ ഒരു ക്രൂ മൊത്തം നല്ല കിഡ്ലനായിട്ട് പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെ കിട്ടും ആ ഫീല്. ഞാൻ പറഞ്ഞ പോലെ ആ ബോക്സിങ് റിങ് വാസ് റിയലി ലൈവ്. നമുക്ക് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് നമുക്കതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. എനിക്ക് പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ബഡി ഫൈസ് ബിൻ റീഫായ് പടത്തിലുണ്ട്. ആശാൻ അവൻ തന്നെയാണ് അവൻ്റെ പോർഷനൊക്കെ ഡബ് ചെയ്തേക്കണേ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആ ഒരു വർക്കും കാര്യങ്ങളും ചോറിയണ ഒരു ലൈൻ പരിപാടികളാണ്. അത് നമ്മുടെ കൂട്ടത്തിൽ അവൻ ചെയ്യുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഫൈസ് മോർ ടു കം പടക്കെ. സോ നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. വൺ ടൈം വാച്ചബിൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒതുക്കില്ല. നല്ല രീതിയിൽ നമുക്ക് കണ്ടിരിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്നൊരു പടമാണ്. സോ
മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് തന്നെയാണ്. നല്ലൊരു സിനിമ. ഖാലിദ് റഹ്മാൻ മാജിക്.